നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഉത്രാട നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ. ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 21ാമത്തേതാണ് ഉത്രാടം. ആകാശത്തിൽ വില്ലിൻ്റെ ആകൃതിയിലുള്ള ധനുരാശിയിൽ വില്ലാളിയുടെ മാറിടത്തായി കാണപ്പെടുന്ന അതിശയിപ്പിക്കുന്ന തിളക്കമുള്ള 4 നക്ഷത്രങ്ങളാണ് ഇവ. ഉത്രാടം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പിന്നീട് വരുന്ന വിജയി അല്ലെങ്കിൽ അജയമായ വിജയം നേടുന്നവൻ എന്നാണ്. ജ്യോതിഷപരമായ കണക്കുകൾ പ്രകാരം ഈ നക്ഷത്രം ധനുരാശിയിൽ 26°40' മുതൽ മകരൻ രാശിയിൽ 10° വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ വിന്യാസം ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്വാധീനങ്ങൾ ഒരുപോലെ പറയുന്നു. ആശീർവാദവും ജ്ഞാനവും നൽകുന്ന വ്യാഴവും കഠിനാധ്വാനവും അച്ചടക്കവും പ്രായോഗിക ബുദ്ധിയും നൽകുന്ന ശനിയും ചേർന്നാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ജ്യോതിഷ പഠനങ്ങളിൽ ഒരു നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ അതിൻ്റെ അധിപൻ, ദേവത, മൃഗം, പക്ഷി തുടങ്ങിയ ഘടകങ്ങൾ വിശകലനം ചെയ്യേണ്ടതാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ഭരണാധിപൻ സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ സൂര്യൻ്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ നേതൃപാഠവും സത്യസന്ധതയും തേജസ്സും പറയുന്നു. 10ഓളം വരുന്ന വിശ്വദേവന്മാരാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവതകൾ. നന്മ, സത്യം, ഇച്ഛാശക്തി, ദക്ഷത, കാലം, കാമം, ധൃതി, കുരു, പുരൂരവസ്, മദ്രവസ് എന്നിങ്ങനെ 10 പേരടങ്ങുന്ന ഈ ദേവഗണത്തിൻ്റെ അനുഗ്രഹം ഉത്രാട നക്ഷത്രക്കാർക്ക് ലോകക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. നക്ഷത്രാധിപൻ സൂര്യൻ, അതിദേവത വിശ്വദേവന്മാർ, നക്ഷത്രമുഖം കാള, പക്ഷി കോഴി, വൃക്ഷം പ്ലാവ്, ഗണം മനുഷ്യഗണം, യോനി കീരി, യോനിയിൽ സ്ത്രീ എതിരാളികളില്ലാത്ത ഏക നക്ഷത്രം, ഭൂതം വായു, നാഡി അന്ത്യം, രാശി ധനു മകരം. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നത് ആനക്കൊമ്പിനെയാണ്. ആനക്കൊമ്പ് കരുത്തിൻ്റെയും വിജയത്തിൻ്റെയും അടയാളമാണ്. ഇത് ഏത് പ്രതിസന്ധികളെയും കുത്തിപ്പിളർന്ന് മുന്നേറാനുള്ള ശേഷിയാണ് കാണിക്കുന്നത്. മറ്റൊന്ന് ചെറിയൊരു കട്ടിലിൻ്റെ കാലുകളാണ്. ഇത് വിശ്രമത്തെയും സ്ഥിരതയും ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച ചൂടുകളെയും അർത്ഥമാക്കുന്നു. വിനായകൻ്റെ പ്രതീകമായും ഇതിനെ കാണാറുണ്ട്. അതിനാൽ തന്നെ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുമുണ്ട്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ സംസാര സമ്പന്നരും ഹൃദയശുദ്ധിയുള്ളവരുമായിരിക്കും. ഇവരുടെ മുഖത്ത് പ്രകടമാകുന്ന നിഷ്കളങ്കത മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന മൃദുവായ സംസാര ശൈലിയും ലാളിത്യവും ഇവരുടെ മുഖമുദ്രയാണ്. ആർഭാടങ്ങളിൽ താല്പര്യമില്ലാത്ത ഇവർ ലളിതമായ വസ്ത്രധാരണവും ജീവിത രീതിയും ഇഷ്ടപ്പെടുന്നവരാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഗൂഢമായ പ്രകൃതമാണ്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഇവരെ കൃത്യമായി വിലയിരുത്തുക പ്രയാസമായിരിക്കും. തിളക്കമുള്ള കണ്ണുകളും മുഖത്തോ അരക്കെട്ടിലോ ഉള്ള മറുകും ഇവരുടെ ശരീര പ്രത്യേകതകളാണ്. ഏത് കാര്യവും പൂർണ്ണമായ സത്യസന്ധതയുടെ വ്യക്തമായ ചിന്തകളോടെ ഇവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ പ്രവൃത്തികളിൽ ഇവർ ഏർപ്പെടാറുമില്ല. എങ്കിലും അമിതമായ ദയാലുത്വം ചിലപ്പോൾ ഇവരെ വലിയ പ്രശ്നങ്ങൾ കൊണ്ട് ചാടിക്കാൻ ഇടയുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ കാണിച്ചക്കാരാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കാറുമില്ല. എന്നാൽ ഒരിക്കൽ വിശ്വാസം തോന്നി തുടങ്ങിയാൽ അവർ എന്തും ചെയ്യാൻ സന്നദ്ധരാകുന്നുണ്ട്. ഇവരുടെ സൗഹൃദ വലയം വളരെ വലുതായിരിക്കും. സഹാനുഭൂതിയും ആത്മാർത്ഥതയുള്ളതിനാൽ എല്ലാവരെയും സഹായിക്കുന്ന ഇവർ മുൻപന്തിയിലുണ്ടാകും. ദേഷ്യം വന്നാൽ പോലും പരുഷമായ വാക്കുകൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഇവർ ശ്രമിക്കുക. എങ്കിലും ഒരിടത്ത് പോലും തോറ്റുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത സ്വഭാവവും ഇവർക്കുണ്ട്. ഇവരുടെ സവിശേഷത ലക്ഷ്യബോധം. ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് നേടുന്നതുവരെ പ്രയത്നിക്കാനുമുള്ള കഴിവ്. സത്യസന്ധത. നൈതികതയ്ക്കും സത്യത്തിനും നൽകുന്ന അതീവ പ്രാധാന്യം സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകും. വിനയം. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും ലളിതമായ ജീവിതം നയിക്കാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാനുമുള്ള കഴിവ്. നേതൃപാടവം. മാന്യമായ പെരുമാറ്റത്തിലൂടെയും കർമ്മോത്സുകതയിലൂടെയും മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ കാണാം. ഉത്രാട നക്ഷത്രക്കാരായ പുരുഷന്മാർ വിവേകശാലികളും അച്ചടക്കമുള്ളവരുമാണ്. അവർ എപ്പോഴും ദീർഘകാല വിജയത്തിനായി പരിശ്രമിക്കുന്നു. ഉത്രാട നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരായിരിക്കും. എന്നാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനും തന്നിഷ്ടക്കാരാകാനും സാധ്യതയുണ്ട്. ചെറിയൊരു പ്രകോപനം പോലും അവരെ വഴക്കിന് പ്രേരിപ്പിക്കാനിടയുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി അവർ ലളിതമായ സ്വഭാവമുള്ളവരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. ഉത്രാട നക്ഷത്രം 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ജാതകത്തിൽ ഇത് ഏതു പാദത്തിലാണെന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 4 പാദങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങളുമുണ്ട്. ഉത്രാടം 1ാം പാദം ധനുരാശി. ധനുരാശിയുടെ 26°40' മുതൽ 30° വരെ 1ാം പാദം. ഇതിൻ്റെ നവാംശം ചിങ്ങൻ രാശിയാണ്. അധിപൻ സൂര്യനും രാശാധിപൻ വ്യാഴവുമാണ്. ഈ പാദത്തിൽ ജനിച്ചവർ അറിവുള്ളവരും ജീവിതം ആസ്വദിക്കുന്നവരുമാണ്. ഇവർ മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും ധാർമ്മിക ബോധമുള്ളവരുമാണ്.
കഠിനാധ്വാനികളായ ഇവർക്ക് ജീവിതത്തിൽ നല്ല ബഹുമാനം ലഭിക്കുന്നു. സന്ധിവാതം, നേത്രരോഗങ്ങൾ എന്നിവ ഇവർക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളായി കാണുന്നുണ്ട്. ഉത്രാടം 2ാം പാദം മകരം രാശി. മകരം രാശിയുടെ 0 ഡിഗ്രി മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 2ാം പാദമാണ്. നവാംശം കന്നി രാശിയാണ്. ഇതിൻ്റെ അധിപൻ ബുധനും രാശാധിപൻ ശനിയുമാണ്. ഈ പാദത്തിൽ ജനിച്ചവർക്ക് മൂർച്ചയുള്ള ബുദ്ധിയുണ്ടാകും. കഠിനാധ്വാനികളായ ഇവർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കും. ഇവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതിയും സഹായിക്കാനുള്ള താല്പര്യവും ഉണ്ടാകും. ഗ്യാസ് ട്രബിൾ, ഹൃദയരോഗങ്ങൾ എന്നിവ ഇവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഉത്രാടം 3ാം പാദം മകരം രാശി. നവാംശം തുലാം രാശിയാണ്. അധിപൻ ശുക്രനും രാശാധിപൻ ശനിയുമാണ്. അറിവ് സമ്പാദിക്കാനും ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാനുമാണ് ഈ പാദക്കാർ ശ്രമിക്കുന്നത്. ഇവർ നല്ല ആശയവിനിമയ ശേഷിയുള്ളവരും മിതവ്യയം ശീലിക്കുന്നവരുമായിരിക്കും. ചിലപ്പോൾ അമിതമായി വീമ്പിളക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായേക്കാം. ചർമ്മരോഗങ്ങളും സന്ധിവാതങ്ങളും ഇവരെ അലട്ടാനും സാധ്യതയുണ്ട്. ഉത്രാടം 4ാം പാദം മകരം രാശി. നവാംശം മീനൻ രാശിയാണ്. അധിപൻ വ്യാഴവും രാശാധിപൻ ശനിയുമാണ്. ഈ പാദത്തിൽ ജനിച്ചവർ വ്യവസായ താല്പര്യവരും സമ്പന്നരുമായിരിക്കും. ഇവരുടെ മനസ്സ് ഭൗതിക സുഖങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവർ വിനയമുള്ളവരും ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഉത്രാട നക്ഷത്രക്കാർ കർമ്മരംഗത്ത് വളരെ തിളങ്ങുന്നവരാണ്. കഠിനാധ്വാനവും സ്ഥിരതയുമാണ് ഇവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം. വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നവരാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഇവർ അസാധാരണമായ കഴിവുമുണ്ട്. ജോലിക്ക് അനുയോജ്യമായ മേഖലകൾ: വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ, പ്രൊഫസർ, ഗവേഷകർ, എഴുത്തുകാർ എന്നീ തൊഴിലുകളിലും, നിയമം, ഭരണത്തിൽ ജഡ്ജി, വക്കീൽ, സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ്, IAS, IPS എന്നിവയിലും, സാമ്പത്തികമായി ബാങ്ക് ജീവനക്കാർ, ചാർട്ടർ അക്കൗണ്ടന്റ്, ധനകാര്യ വിദഗ്ധൻ എന്നിവയിലും, അധികാരപരമായി രാഷ്ട്രീയം, നയതന്ത്രജ്ഞൻ, സാമൂഹ്യ പ്രവർത്തകനും, ആരോഗ്യ ശാസ്ത്രത്തിലും ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, ആയുർവേദ ചികിത്സകൻ, സൈക്കോളജിസ്റ്റ് എന്നീ വിഭാഗങ്ങളിലും, കായികമായി ബോക്സിംഗ്, ഗുസ്തി, അത്ലറ്റിക്, ക്രിക്കറ്റ് എന്നിവയിലും തിളങ്ങുന്നതാണ്. ജീവിതത്തിൽ ഇവർക്ക് 37 വയസ്സിന് ശേഷമാണ് വലിയ വിജയങ്ങൾ ലഭിക്കുക. അതിനു മുൻപ് പലതരം തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി ഇവർ പൊതുവെ സ്ഥിരതയുള്ളവരാണ്. പണം ചിലവാക്കുന്നതിൽ മിതത്വം പാലിക്കുന്നത് കൊണ്ട് സമ്പാദിക്കാൻ ഇവർക്ക് എളുപ്പവുമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിക്ഷേപം നടത്താൻ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയും ഒരിക്കൽ കഷ്ടപ്പാടിൽ മരിക്കേണ്ടി വരികയില്ല എന്നൊരു ഭാഗ്യവുമുണ്ട്. ഇവർക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇത് പലപ്പോഴും കുടുംബജീവിതത്തെയും ബാധിക്കാം. സഹപ്രവർത്തകർക്കിടയിൽ മാന്യതയും സ്നേഹവും നിലനിർത്താൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ഏതൊരു കാര്യങ്ങളിലും ഇഷ്ടപ്പെടുന്ന കൃത്യമായ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഉത്രാട നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സുഖകരവും സമാധാനപരവുമാണ്. എങ്കിലും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും എപ്പോഴും ഇവർ ആശങ്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവർക്ക് സ്നേഹനിധികളും കരുതലുമായിട്ടുള്ള ഒരു ഭാര്യയെ ലഭിക്കും. വിവാഹ ജീവിതം സന്തുഷ്ടമായിരിക്കും. എങ്കിലും ജോലി സംബന്ധമായ കാരണങ്ങളാൽ പങ്കാളിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. കുട്ടിക്കാലം വളരെ സന്തോഷമായിരിക്കുമെങ്കിലും വളരുമ്പോൾ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരാം. 28 മുതൽ 31 വയസ്സുള്ള കാലയളവ് കുടുംബജീവിതത്തിൽ സുപ്രധാനമാണ്. സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ തൃപ്തി കുറയാൻ സാധ്യതയുണ്ട്. ഭർത്താവുമായി അകന്നു കഴിയേണ്ടി വരുന്നത് ഇവരെ മാനസികമായി വിഷമിപ്പിക്കാം. ഇത് ഇവരെ ആത്മീയതയ്ക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ഭർത്താവിനോട് വലിയ സ്നേഹമുള്ളവരും ഭക്തിയുള്ളവരുമായിരിക്കും. ഉത്രാട നക്ഷത്രക്കാർ തങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും അവരെ സഹായിക്കുന്നവരുമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരാറുമുണ്ട്. ഉത്രാടം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ അവസാന പകുതിക്ക് ഇവർ വലിയ മാറ്റങ്ങളും വിജയങ്ങളും ലഭിക്കുന്നു. ഇതൊരു ഭാഗ്യ നക്ഷത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. അപരാജിത ശക്തി, ഒരിക്കലും നഷ്ടപ്പെടാത്ത വിജയം നൽകാനുള്ള ശക്തി ഈ നക്ഷത്രത്തിനുണ്ട്. ഇതിവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കും. സാമൂഹിക അംഗീകാരം, ഉയർന്ന പദവികളിൽ ഇരിക്കാനും സമൂഹത്തിൽ ബഹുമാനം നേടാനും ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇന്ദിരാഗാന്ധി, എബ്രഹാം ലിങ്കൻ തുടങ്ങിയ മഹത് വ്യക്തികൾ ഈ നക്ഷത്രക്കാരാണ്. വിശ്വദേവന്മാരുടെ സംരക്ഷണം ഉള്ളതിനാൽ പ്രതിസന്ധികളിൽ ഇവൾ തളരാതെ നിൽക്കുകയും ചെയ്യും. 28 മുതൽ 31 വയസ്സുള്ള കാലയളവ് ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്ന സമയമാണ്. 37 വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. 2026 വർഷം ഉത്രാട നക്ഷത്രക്കാർക്ക് ഭാഗ്യവർഷമായിരിക്കുമെന്ന് ജ്യോതിഷ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. വ്യാഴവും ശനിയും അനുകൂല നിലയിലാകുന്നതോടെ കരിയറിലും സാമ്പത്തിക രംഗത്തും വലിയ പുരോഗതിയും ആത്മവിശ്വാസവും കൈവരും. കുടുംബ സമാധാനവും ആരോഗ്യവും മെച്ചപ്പെടും. ഏതൊരു നക്ഷത്രത്തെയും പോലെ ഉത്രാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇവ മുൻകൂട്ടി അറിഞ്ഞാൽ ഗുണകരമാവുകയും ചെയ്യും. ഇവർ ചില കാര്യങ്ങളിൽ അനാവശ്യമായി ശാഠ്യം പിടിക്കുന്നത് ബന്ധങ്ങളെ ബാധിക്കാം. വിട്ടുവീഴ്ച മനോഭാവം വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്.
സ്വതന്ത്ര പ്രകൃതമുള്ളവരായതിനാൽ എപ്പോഴും ഇവർക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. ഇത് ഒഴിവാക്കാൻ സാമൂഹികമായ ഇടപെടലുകൾ വർദ്ധിപ്പിക്കണം. കുട്ടിക്കാലം മുതൽ വളരെ സുഖകരമായതിനാൽ പിന്നീട് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാൻ ഇവർ പതറിപ്പോവാം. മാനസികമായ കരുത്ത് വളർത്തിയെടുക്കണം. വിവാദപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇവരുടെ സൽപ്പേരിനെ ബാധിക്കാം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിയെ കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം മാത്രം മുന്നോട്ട് പോവുക. വായു, കോപം, കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുക. മൂർച്ചയുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിനായകൻ ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവന്മാരിൽ ഒരാളാണ്. ഗണപതി ഹോമം നടത്തുന്നതും നിത്യവും ഗണപതിയെ വണങ്ങുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. നക്ഷത്രാധിപൻ സൂര്യനായതിനാൽ ദിവസവും സൂര്യനെ ഭജിക്കുന്നത് ആത്മവിശ്വാസം നൽകും. ഞായറാഴ്ചയും ഉത്രാടവും വരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുന്നത് ഉത്തമമാണ്. പക്കാ പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നത് ദോഷാധിക്യം കുറയ്ക്കാൻ സഹായിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും. കേരളീയ പാരമ്പര്യത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ചില ക്ഷേത്രങ്ങളും ആചാരങ്ങളുമുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, തിരുവനന്തപുരം. ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രധാന വഴിപാടായി കാണാവുന്നതാണ്. വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് മധ്യമരജ്ജു ദോഷം വരാത്ത നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം തുടങ്ങിയ നക്ഷത്രങ്ങൾ ഉത്രാടവുമായി ചേരുമ്പോൾ മധ്യമരജ്ജു ദോഷമുണ്ടായേക്കാം. അബദ്ധജാതകം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം വിവാഹ തീരുമാനങ്ങൾ എടുക്കുക. സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രങ്ങൾ വരുന്ന പുരുഷനെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അശ്വതി, തൃക്കേട്ട, ഭരണി, അനിഴം തുടങ്ങിയ നക്ഷത്രങ്ങൾ വിവാഹം അശുഭകരമാണ് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നു.